മാനന്തവാടി മുനിസിപ്പൽ മാർക്കറ്റിന്റെ അവസ്ഥ അതീവ ശോചനീയം. ഭീമമായ വാടകയാണ് മുനിസിപ്പാലിറ്റി കച്ചവടക്കാരിൽ നിന്നും ഈടാക്കുന്നത്. പ്രതിദിനം റൂമുകളുടെ വാടക 3000 രൂപയ്ക്ക് മുകളിലാണ്. വലിയ വാടക നൽകി മുനിസിപ്പാലിറ്റിയുടെ റൂമുകൾ കച്ചവടത്തിനായി എടുത്ത വ്യാപാരികൾ വലിയ പ്രതിസന്ധികളാണ് അനുഭവിക്കുന്നത്. വളരെ വൃത്തിഹീനമായ സാഹചര്യമാണ് മാർക്കറ്റിന് ചുറ്റുമുള്ളത്. മാനന്തവാടി ടൗണിലെ വേസ്റ്റുകളെല്ലാം ഈ മത്സ്യമാംസ മാർക്കറ്റിന് മുകളിലാണ് മുനിസിപ്പാലിറ്റി കൊണ്ട് തട്ടുന്നത്. ഇതുമൂലം വലിയ അസഹനീയതയാണ് ഇവിടെ വരുന്ന സാധാരണക്കാരും കച്ചവടക്കാരും ഓട്ടോ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത്. ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടൊന്നും ആരും കേട്ടില്ല. മൊത്തം എല്ലാം കുഴിയും കൊണ്ടല്ല, ഇതിനകത്ത് കാല് വരെ വീണ്. എനിക്കൊന്നും നന്നാക്കുന്നില്ല. എത്ര പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. മൊത്തം കുഴിയും കൊണ്ട് എല്ലാം ടൈൽ ഒട്ടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒന്നും ചെയ്തെന്നില്ല. ഒരു 13 വട്ടമായിട്ട് ഓല് വന്നില്ല ഇവിടെ. ഞാൻ 13 പ്രാവശ്യവും പറഞ്ഞിക്കോലോട്. 13 വട്ടം ഓലോട് പറഞ്ഞ് 13 വട്ടം ഓല് ചെയ്താൽ നിൽക്കില്ല. ഒരു 100 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്തെന്നില്ല. ഇങ്ങോട്ട് ഇതിന്റെ കോലം നോക്കുന്നു, ഇത് ഫുള്ളായിട്ട് ഇതിന്റെ മുകളിൽ ഫുള്ളായിട്ട് പൊട്ടി ഒലിക്കുന്ന മൊത്തം. ക്ലിയർ ആക്കാൻ പറഞ്ഞിട്ട് ഒന്നും ക്ലിയർ ആക്കുന്നില്ല. മൊത്തം ഇത് ഭക്ഷണവസ്തുക്കൾ വിൽക്കുന്ന മാർക്കറ്റിലാണ് മുനിസിപ്പാലിറ്റി വേസ്റ്റ് കൊണ്ടുപോയിരുന്നത്. ഭീമമായ തുക നൽകിയെടുത്ത റൂമുകൾ വേണ്ട രീതിയിൽ മുനിസിപ്പാലിറ്റി പരിപാലിക്കുന്നില്ല. മാർക്കറ്റിന്റെ ഉള്ളിലെ പല സ്ഥലങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. നിരവധി പേരാണ് ഇവിടുത്തെ കുഴികളിലും ഓടകളിലും പലപ്പോഴായി കാൽ തെന്നി വീണത്. മുനിസിപ്പാലിറ്റിയുടെ ഈടാക്കുന്ന ഉയർന്ന വാടക നിരക്ക് കാരണം മാർക്കറ്റിലെ ഭൂരിഭാഗം റൂമുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. തീർത്തും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ബാക്കി കച്ചവടക്കാരെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയാണ് അനുഭവിച്ചു വരുന്നത്. വയനാട്ടിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു മാർക്കറ്റായി മാനന്തവാടി മാർക്കറ്റ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അമിത ചാർജാണ് മുനിസിപ്പാലിറ്റി ഈടാക്കുന്നത്. എന്നാൽ ഒരു വൃത്തിയാക്കി കൊടുക്കും എന്നുള്ള എല്ലാ വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ മാർക്കറ്റ് ലേലം ചെയ്യുക. പക്ഷെ പിന്നീട് ആ പൈസ അങ്ങ് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു വൃത്തിയാക്കില്ല. അത് നന്നാക്കുന്ന അവർ നന്നാക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവർക്ക്. ഇവിടെ പല ചെറിയ കുട്ടി നടന്നു പോകുമ്പോൾ അങ്ങനെ കാല് കമ്പീൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് കരഞ്ഞെഴുതി വെച്ചിട്ട് ഇന്നും കൂടി താലൂക്ക് സഭയിൽ ഞാൻ ഇത് അവതരിപ്പിച്ചതാണ്. അതേപോലെ 7 മാസം മുമ്പേ ഞാൻ പറയുന്നുണ്ട്, ഇത് അപകടമാണ്. ലേലം ചെയ്യുന്ന സമയത്തും ഞാൻ ചെന്ന് പറയുന്നുണ്ട്, ഇത് ആദ്യം പണിയെടുക്കണേ. അന്നേരം പറഞ്ഞു, ഈ ആഴ്ച തന്നെ റെഡിയാക്കൂ എന്ന് പറഞ്ഞിട്ട് 7 മാസമായിട്ട് ഇത് നന്നാക്കാതെ എങ്ങനെ ഇട്ടിരിക്കുക. അതിനെക്കൊണ്ട് ഇന്ന് താലൂക്ക് സഭയിൽ കർശനമായിട്ട് ഇത് നന്നാക്കാം. അപ്പൊ ആ സെക്രട്ടറി പറയുന്നത് മാർക്കറ്റിലെ പണി എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അവിടെ താലൂക്ക് സഭയിൽ അവതരിപ്പിച്ചത്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പണി എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കുന്ന താലൂക്ക് സഭയിലടക്കം ഞാൻ പറഞ്ഞതാണ് ഇന്ന്. അപ്പൊ ഇത്രയും മുനിസിപ്പാലിറ്റിയുടെ അനാസ, പൈസ വാങ്ങിയെടുക്കുക, പാവങ്ങളെ കൊല്ലുക. ഈ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് എന്ത് സുരക്ഷയുള്ളത്? പല രോഗങ്ങൾ വരാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ വൃത്തിയാനായിട്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഈ മാർക്കറ്റിൽ നിൽക്കുമോ? വൻ തുക നൽകി റൂമുകൾ എടുത്തിട്ടും വൃത്തിയില്ലാതെയാണ് മുനിസിപ്പാലിറ്റി മാർക്കറ്റ് പരിപാലിച്ചു കൊണ്ടുപോരുന്നത്. നഗരസഭയുടെ അനാസ്ഥയുടെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് മാനന്തവാടി മത്സ്യമാംസ മാർക്കറ്റ് ഇപ്പോൾ. കൃഷ്ണേന്ദു സി, ന്യൂസ് 1, മാനന്തവാടി.